ഹായ്, നമ്മുടെ നാട്ടിലെ ഒരു ആചാരത്തെക്കുറിച്ചാണ്. ഇങ്ങോട്ടെന്ത് പറഞ്ഞാലും അത് വിമർശനം, അഭിപ്രായ സ്വാതന്ത്ര്യം. തിരിച്ചു പറഞ്ഞാൽ സൈബർ ബുള്ളിയിങ്, വ്യക്തി അധിക്ഷേപം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് സ്മൃതി പരുത്തിക്കാട് വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് വയനാട് അതിജീവിതമാരെയെല്ലാം അധിക്ഷേപിച്ചതിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രൊഫൈലിലുള്ള പലരും അവരെ വിമർശിച്ചു. ഇനിയും വിമർശിക്കും, ഒരു സംശയമില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ NV വൈശാഖനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ NV വൈശാഖൻ്റെ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് കൊടുത്ത മറുപടി ഉണ്ട്, ഒന്ന് കണ്ടേ. അപ്പോൾ കോടതിയിൽ കാണാം. അതെ, അതെല്ലാം കോടതിയിൽ കാണേണ്ട വിഷയം തന്നെയാണ്. സ്മൃതി പരുത്തിക്കാടെന്ന വ്യക്തിയെ ഈ പറയുന്ന ജഡ്ജിമാരും അവരുടെ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഈ സമൂഹത്തിൽ ചർച്ച എന്ന പേരിൽ എത്രയെത്ര മനുഷ്യരെ വ്യക്തി അധിക്ഷേപം ഇവർ നടത്തിയിട്ടുണ്ട്. അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ അവരെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും മാനിക്കാതെ, അവർക്ക് പറയാനുള്ള അഭിപ്രായത്തെ പറയാൻ അനുവദിക്കാതെ അതിൻ്റെ ഇടയിൽ കയറിയ അസഹിഷ്ണുതയുടെ ഒരു പ്രതിരൂപമായിട്ട് ഇവർ ഇടപെട്ട എത്രയെത്ര ഉദാഹരണങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ടാകും. ഇങ്ങനെ വ്യക്തി അധിക്ഷേപമെന്നും വിമർശനമെന്ന പേരിലൊക്കെ രണ്ട് തരം കാറ്റഗറി. ഞങ്ങൾ പറഞ്ഞാലെല്ലാം നിങ്ങൾ വിമർശനമായിട്ടും അത് വ്യക്തി സ്വാതന്ത്ര്യവും വ്യക്തിയുടെ അഭിപ്രായമായിട്ട് എടുത്തോളാം. തിരിച്ചു പറഞ്ഞാൽ ഈ പറയുന്നവർക്കൊന്നും ഇവർ പറയുന്നത് പോലെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ അവരെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് വിമർശനമല്ല, ഉടനെ സ്ത്രീപക്ഷ കാർഡിറക്കുന്നു. നിങ്ങളൊരു സ്ത്രീപക്ഷ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിന് സ്ത്രീപക്ഷ നിലപാടുകളെ ഉറപ്പായിട്ടും ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ നിങ്ങൾക്കെന്തും പറയാം, അത് സ്ത്രീ ആയതുകൊണ്ട് പറയുന്നു, ആ സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ആരെയും എന്തും പറയും, ആ പറഞ്ഞതെല്ലാം കയ്യും കിട്ടി വായും പൂട്ടിയിരുന്ന് കേട്ടോളൂ എന്ന് സ്മൃതി പരുത്തിക്കാട് കരുതുകയാണെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞ പോലെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ളതാണ് അതിന് പറയാനുള്ള മറുപടി. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്മൃതി നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ കൂടെ ഇരിക്കുന്ന വ്യക്തികൾ, അതായത് ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ അവർക്കൊപ്പം ഇരുന്നവർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നു എന്നതിനപ്പുറം മാനസികമായിട്ട് പോലും നിങ്ങളോട് യോജിപ്പില്ലാത്തവരാണെന്ന് പലപ്പോഴും അവരുടെ ശരീരഭാഷയും അവരുടെ പ്രതികരണങ്ങളും കാണുമ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ സഹപ്രവർത്തകയായാലും നമ്മൾ പറയാറില്ലേ, നമ്മുടെ വീട്ടിലുള്ള ചിലരൊക്കെ ചിലത് കാണിച്ചാലും നമ്മൾ എന്തുകൊണ്ടാണ് അത് സഹിക്കുന്നത്? അത് സഹിക്കുന്നത് അവർ ചെയ്യുന്നത് ശരിയായതുകൊണ്ടല്ല, അതിനെ നമ്മുടെ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്നതാണ്. അതുപോലെ ഇത്രയും നാളത്തെ നിങ്ങളുടെ ഒരു മാധ്യമ എക്സ്പീരിയൻസ് അറിയാമല്ലോ. നിങ്ങൾ പിൻവാതിൽ നിയമനമാണ്, അർഹതപ്പെട്ട രീതിയിലല്ല ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. അച്ഛൻ്റെ സ്വന്തം പിതാവിൻ്റെ ദേശാഭിമാനിയിലെ ജോലിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിൻവാതിൽ നിയമനത്തിലൂടെ ദേശാഭിമാനിയിലും പിന്നീട് കൈരളിയിലൂടെ കടന്നു വന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിൻവാതിൽ നിയമനത്തെക്കുറിച്ചോ മറ്റെന്തിനെക്കുറിച്ചോ ഒക്കെ വിമർശിക്കാൻ അർഹതയുള്ളത് എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി ഇപ്പോൾ ഇങ്ങനെയുള്ള മോങ്ങലുമായിട്ടൊക്കെ രംഗത്തിറങ്ങുമ്പോൾ ഇന്നലകളിൽ നിങ്ങൾ ആര്യ രാജേന്ദ്രനെ പറഞ്ഞിട്ടുള്ളതോ, നിങ്ങൾ വീണ ജോർജിനെ പറഞ്ഞിട്ടുള്ളതോ, വീണ വിജയനെ പറഞ്ഞിട്ടുള്ളതോ, KK ശൈലജയ്ക്കെതിരെ നടന്ന ഈ പ്രശ്നങ്ങളിലെല്ലാം നിങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, നിങ്ങൾ അന്നത്തെ സന്ദർഭത്തിൽ സൈബർ ബുള്ളിങ് ഒക്കെ സർവ്വസാധാരണമാണെന്നും ഡോക്ടർ ജോ ജോസഫിനെതിരെ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ഗുരുസ്ഥാനിയൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുസ്ഥാനിയൻ എന്നല്ല, നിങ്ങളുടെ ഗോഡ് ഫാദർ ആയിട്ടുള്ള VD സതീശൻ പറഞ്ഞ പോലെ ആരാണ് ഇത്തരം കാര്യങ്ങൾ കിട്ടിയാൽ പ്രചരിപ്പിക്കാത്തതെന്ന് ചോദിക്കുന്നത് പോലെ ആരാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതികരിക്കാത്തത്? ആ പ്രതികരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഈ നാട്ടിലുള്ള മനുഷ്യരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതിൽ തെറി വിളിച്ചിട്ടുണ്ടോ, മോശമായ പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ആ പദപ്രയോഗങ്ങൾക്കപ്പുറം വിമർശനത്തിന് അതീതയല്ല ഒരു സ്മൃതി പരുത്തിക്കാടും. ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ശീതീകരിച്ച മുറിയിലിരുന്ന് ആർക്കെതിരെ എന്തും പറയാമെങ്കിൽ തിരിച്ചതിൻ്റെ മറുപടി കൂടി കേൾക്കാൻ ബാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ അങ്ങോട്ട് ശിരസാ വഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ, മിസ്റ്റർ സ്മൃതി പരുത്തിക്കാട്, ഇത് പഴയ തമ്പ്രാൻ അടിമ സിസ്റ്റമല്ല, അല്ലെങ്കിൽ തമ്പുരാട്ടിയോ രാജ്ഞിയോ ആജ്ഞാപിച്ചാൽ കേട്ടിട്ട് മിണ്ടാതെ പോകാൻ അടിയാളന്മാരുടെ കാലമല്ല. അത് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ള മറുപടി.